ഭക്തനാണ്. ശിവനെ അച്ഛനാണ് ഞാൻ വിളിക്കാറ്. കാരണം എൻ്റെ അച്ഛൻ്റെ പേരും പരമേശ്വരൻ നായർ എന്നാണ്. ഷോർട്ട് ഫോമാണ് VP നായർ. കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടില് അച്ഛൻ ഒറ്റ വിളിയെ വിളിക്കൂ, എൻ്റെ ശ്രീകണ്ഠേശ്വര എന്നേ വിളിക്കാറുള്ളൂ. എൻ്റെ അമ്മയും അതാണ്. അമ്മയുടെ വീട്ടുകാരി ശിവഭക്തരാണ്. എൻ്റെ അമ്മയുടെ അമ്മ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരൻ അമ്പലത്തിൽ രാവിലെ അമ്പലം നട തുറക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മയായിരിക്കും അമ്പലത്തിനകത്തുണ്ടാവുക. അവിടുത്തെ മണി കറക്റ്റ് മണിയടിക്കുന്നത് അമ്മൂമ്മയായിരിക്കും മരണം വരെ. അതുപോലെ ഇപ്പൊ എൻ്റെ അപ്പൂപ്പൻ അവിടുത്തെ അമ്പലത്തിലെ ദേവസ്വം ബോർഡ് അംഗമാണ്. ഞാൻ ചെന്ന് കയറിയ വീട്ടുകാരും ശിവഭക്തരാണ്. എന്നും പ്രദോഷം, വർഷങ്ങളായി പ്രദോഷം എടുക്കുന്ന ഒരു അമ്മാവിയമ്മയാണ് അവിടുത്തെ അമ്മയും. പൊതുവെ ശിവനെ എന്തുകൊണ്ട് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, സ്ത്രീക്ക് തത്തുല്യമായ അവകാശം കൊടുത്ത ദൈവമാണ് ശിവൻ. മനുഷ്യനെ പോലെ തന്നെ ഏകദേശം പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണുങ്ങളുടെ സ്വഭാവമാണ്. ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. പിന്നെ ഒരുപക്ഷെ ശയനപ്രദക്ഷിണം ആദ്യമായി നിർത്തലാക്കിയത് പോലും ശിവക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നു, അല്ലെ? ശിവക്ഷേത്രങ്ങളാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മനസ്സത്ര അലിയും എന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി നാലമ്പലം ചുറ്റും ഓരോരുത്തരും ഈ ചുറ്റുന്നില്ലേ, അത് കണ്ടു നിൽക്കാനുള്ള ശേഷി പോലും മഹാദേവൻ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, ശ്രീപാർവതി സതിയായി നിന്ന് ദേഹത്യാഗം ചെയ്തപ്പോഴും ആ കയ്യിൽ ആ ശരീരമെടുത്താണ് അദ്ദേഹം അലഞ്ഞത് മൊത്തം. അങ്ങനെ ഒളിഞ്ഞു നിന്ന് മഹാവിഷ്ണു അമ്പ ചെയ്തിട്ട് 108 സ്ഥലങ്ങളിൽ അമ്മയുടെ കമഥങ്ങൾ വീണതാണ് 108 ദേവീക്ഷേത്രമായെന്നാണ് കഥയിലുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന്, ഈ ജഡം വഹിച്ചുകൊണ്ട് പോയപ്പോ പറഞ്ഞു, ജീവനില്ലാത്ത ഈ ദേഹി വഹിച്ചിട്ട് എന്ത് ഫലം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്ന്, ഇതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി. പക്ഷേ എന്നെ ചതിച്ചു മഹാവിഷ്ണു, എന്നെ ചതിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഭാര്യാവിരഹം എന്തെന്നറിയും എന്നുള്ളതാണത്രേ രാമായണത്തിൽ സീതയ്ക്ക് വേണ്ടി ശ്രീരാമൻ കരഞ്ഞു, അല്ലേ? അതാണ് ദേവി ഭാഗവത്തിലുള്ളത്. അത്രയ്ക്ക് കരുണാമൂർത്തിയായ ദൈവമാണ് ശിവൻ. ഒരുപാട് ഘട്ടങ്ങളിൽ ഭഗവാനെ പല രൂപത്തിൽ കണ്ട വ്യക്തികളുമാണ് ഞങ്ങൾ ശിവഭക്തരാണ്. പിന്നെ അതുപോലെ കൊച്ചിലെ ഞങ്ങളുടെയൊക്കെ വീട്ടില് നമ്മൾ ഹിന്ദു വിശ്വാസികൾക്ക് ഒത്തിരി ചൈതന്യങ്ങളുടെ രൂപമുണ്ട്. ഇപ്പൊ നമ്മൾ കർത്താവിനെ എടുത്ത ക്രിസ്ത്യൻസിന് കർത്താവ് മാത്രമേ ഉള്ളൂ, ആയുധമില്ലാത്ത ഏകദേവനാണ് കർത്താവ്. പിന്നെ നമ്മൾ മുസ്ലിംസിന് രൂപമില്ലെങ്കിലും അവർക്ക് വിശ്വസിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. പക്ഷെ ഹിന്ദുക്കൾ എടുത്തു കഴിഞ്ഞാൽ വിദ്യ തരുന്നത് സരസ്വതി ദേവി, സമ്പത്ത് തരുന്നത് മഹാലക്ഷ്മി, ധൈര്യം തരുന്നത് ദുർഗാദേവി, ഭഗവാന് ശ്രീപാർവതി അമ്മ, മക്കള് 3, ഇങ്ങനെ ലിസ്റ്റ് അല്ലേ. അപ്പൊ കൊച്ചിലെ ഞങ്ങൾ 6 മണിക്ക് നാമം ജപിക്കണം. ഉർവശി തന്നെ തുളസിത്തറയിൽ നിന്ന് ജലമെടുക്കണം, കിണ്ടിക്കകത്ത് വെള്ളമെടുത്ത് തുളസി അതിനകത്തിട്ട് വേണം ജലം കൊണ്ടുവന്ന് മുമ്പിൽ വിൽക്കാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യം ഈ നാമം ജപിക്കാൻ. ഒന്നാമത് വിശക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവര് ഭക്ഷണവും തരൂല. 6 മണി മുതൽ തുടങ്ങിയാൽ തീരൂ. 108 എണ്ണത്തിനെ വിളിച്ച് വരുമ്പോഴത്തേക്കും വിശന്ന് പണ്ടം കലങ്ങും. അതും വ്യക്തമായി ഉച്ചരിക്കുകയും വേണം. ഗണപതി സ്തോത്രം മുതല് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങി അടുത്ത സുബ്രഹ്മണ്യനെ വിളിച്ചില്ലേ, അവിടുന്ന് ചോദ്യമാണ്, എന്തോ സുബ്രഹ്മണ്യം എന്തോ വെച്ചിരിക്കുന്ന പോലെ. എനിക്ക് അന്ന് കലിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിളിക്കേണ്ട ശാസ്താവിനെയാണ്. അത് ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മൾ ആദ്യം തുടങ്ങണം.